ശ്രീ നാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ ഫസ്റ്റ് സെമസ്റ്റർ PG ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എക്കണോമി പൊളിറ്റി സൊസൈറ്റി എന്ന പേപ്പറിലെ ബ്ലോക്ക് 3 യൂണിറ്റ് 1 പ്ലാൻഡ് എക്കണോമിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സാമ്പത്തിക വികസനത്തിനായി പദ്ധതികളും ലക്ഷ്യങ്ങളും നിറവേറ്റുന്നതിനോട് സമ്പദ് വ്യവസ്ഥയുടെ ഘടകങ്ങൾ, തൊഴില്, മൂലധനം, പ്രകൃതി വിഭവങ്ങൾ എന്നിവ സർക്കാർ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു സാമ്പത്തിക ആസൂത്രണ വ്യവസ്ഥയാണിത്. ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഉൽപാദനം, വിഹിതം, ഉപഭോഗം എന്നിവയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കുന്നതും ഇതിൽപ്പെടും. ഇതിനെ കമാൻഡ് എക്കണോമി എന്നും കമ്മ്യൂണിറ്റി എക്കണോമി എന്നും വിളിക്കുന്നു. കേന്ദ്രീകൃത ആസൂത്രണം എന്നത് ഒരു സമ്പദ് വ്യവസ്ഥയാണ്. അവിടെ എന്തുൽപാദിപ്പിക്കണം, ആർക്കു വേണ്ടി ഉൽപാദിപ്പിക്കണം, തീരുമാനങ്ങൾ കേന്ദ്രീകൃതമായി നിയന്ത്രിക്കപ്പെടുന്ന ബ്യൂറോക്രസി എന്നിവ സർക്കാരിന്റെ അധികാരത്തിലാണ് വരുന്നത്. ഇവിടെ നടക്കുന്ന വിപണിയിലെ മാറ്റത്തിന് സർക്കാരിനാണ് അധികാരം. മാത്രമല്ല, ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകളിൽ നിന്നും സേവനങ്ങളിൽ നിന്നും ആർക്കാണ് പ്രയോജനം നേടേണ്ടതെന്നും ഗവൺമെന്റ് തീരുമാനിക്കുന്നു. ഇത്തരം തീരുമാനങ്ങളിൽ സാമ്പത്തിക നയം, സമത്വം എന്നിവ ഉൾപ്പെടുത്തുന്നു. കമാൻഡ് വഴി പദ്ധതികൾ നടപ്പിലാക്കുന്നതിനെയാണ് കമാൻഡ് എക്കോണമി എന്ന് പറയുന്നത്. ഈ സംവിധാനത്തിൽ വിപണി ശക്തികളെ നയിക്കുന്ന ലക്ഷ്യങ്ങളും സർക്കാർ നേതൃത്വം നൽകുന്നു. ഇത്തരം സമ്പദ് വ്യവസ്ഥ പുരോഗതിക്കായി ധാരാളം നയങ്ങളും പദ്ധതികളും രൂപപ്പെടുത്തുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് പഞ്ചവത്സര പദ്ധതി. വിപണി ശക്തിയെ മറികടന്ന ഒരു ഗവൺമെന്റ് വ്യവസായങ്ങളുടെ മേൽ അധികാരം ഏറ്റെടുക്കുമ്പോൾ അവിടെ ഈ കമാൻഡ് എക്കോണമി ഉടലെടുക്കുകയും സാമ്പത്തിക തീരുമാന കേന്ദ്ര അതോറിറ്റി വഴി നയിക്കുകയും വിഭവങ്ങളിലെ വിഹിതം ക്രമീകരിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണിത്. ഇനി പ്ലാൻ എക്കോണമിന്റെ ഫീച്ചേഴ്സ് നോക്കാം. സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള മാറ്റം നിരവധി ഗുണങ്ങൾ നൽകുന്നു. മാർക്കറ്റ് മെക്കാനിസം സംയോജിപ്പിക്കുന്നതിലൂടെ കേന്ദ്രീകൃത ആസൂത്രണ സമ്പദ് വ്യവസ്ഥക്ക് വർദ്ധിച്ച കാര്യക്ഷമത, നവീകരണം, മത്സരം എന്നിവയിൽ നിന്ന് പ്രയോജനം നേടുകയും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തവും സാമ്പത്തിക വളർച്ചയ്ക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സഹായിക്കുന്നു. കൂടാതെ വിപണിയെ അടിസ്ഥാനമാക്കിയുള്ള പരിഷ്കാരങ്ങൾ അവതരിപ്പിക്കുന്നതിന്, ഉപഭോഗ തെരഞ്ഞെടുപ്പുകൾ മെച്ചപ്പെടുത്താനും ഉൽപ്പന്ന ഗുണനിലവാരം മെച്ചപ്പെടുത്താനും സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കാനും ഇതിലൂടെ സാധിക്കുന്നു. സാധ്യതയുള്ള നേട്ടങ്ങൾ ഉയർത്തുന്നതിലും കേന്ദ്ര ആസൂത്രണ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ മാറ്റം വളരെ വലിയ വെല്ലുവിളി നേരിട്ടിരുന്നു. ആസൂത്രണ സമ്പദ് വ്യവസ്ഥയിൽ ഉൽപാദന ഘടകങ്ങൾ സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ളതും കൈകാര്യം ചെയ്യുന്നതുമാണ്. എന്ത് ഉൽപ്പാദിക്കണം, എത്ര ഉൽപ്പാദിപ്പിക്കണം, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നിവ സർക്കാരാണ് തീരുമാനിക്കുന്നത്. കേന്ദ്ര പദ്ധതി പ്രകാരമാണ് സർക്കാർ എല്ലാ വിഭവങ്ങളും അനുവദിക്കുന്നത്. രാജ്യത്തിന്റെ മൂലധനം, അധ്വാനം, പ്രകൃതി വിഭവങ്ങൾ എന്നിവ ഏറ്റവും കാര്യക്ഷമമായ രീതിയിൽ ഉപയോഗിക്കാനാണ് ഇതിലൂടെ ശ്രമിക്കുന്നത്. എല്ലാ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഉൽപാദനത്തിനുള്ള മുൻഗണന കേന്ദ്ര പദ്ധതിയാണ് നിശ്ചയിക്കുന്നത്. രാജ്യത്തെ എല്ലാവരുടെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ആവശ്യമായ ഭക്ഷണം, പാർപ്പിടം, മറ്റു അടിസ്ഥാന സൗകര്യം വിതരണം ചെയ്യുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ആസൂത്രണ സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് പറയുന്നത് എല്ലാ വിഭവങ്ങളും സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ളതും കൈകാര്യം ചെയ്യുന്നതുമാണ്. ഉപഭോക്താവിന്റെയും നിർമ്മാതാവിന്റെയും പരമാധികാരമില്ല ഇതിൽ. ചരക്കുകളുടെയും സേവനങ്ങളുടെയും വില നിശ്ചയിക്കൽ കമ്പോള ശക്തികളെ അനുവദിക്കുന്നില്ല. ലാഭം പ്രധാന ലക്ഷ്യമല്ല, പകരം എല്ലാ ശരീരത്തിനും ചരക്കുകളും സേവനം നൽകാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്തുൽപാദിപ്പിക്കണം, എത്രമാത്രം ഉൽപ്പാദിപ്പിക്കണം, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്ന് സർക്കാർ തീരുമാനിക്കുന്നു. ഉൽപാദനം 5-10 വർഷം മുമ്പ് ആസൂത്രണം ചെയ്തിട്ടുള്ളതാണ്. സാമ്പത്തിക തീരുമാനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും ആസൂത്രണം ചെയ്യുന്നതിനും കൂടുതൽ തരത്തിലുള്ള ബ്യൂറോക്രസി ആവശ്യമാണ്. പ്രോത്സാഹനത്തിന്റെ അഭാവം മൂലം കാര്യക്ഷമത ഇല്ലായ്മയുള്ള വ്യക്തി, ബ്യൂറോക്രാറ്റുകളുടെ അധികാരം മൂലമുള്ള അഴിമതിയുടെ വ്യക്തി, പലപ്പോഴും ആവശ്യമായ രാഷ്ട്രീയ നിയന്ത്രണങ്ങളെ സെൻസർഷിപ്പ്, ഇതൊക്കെയാണ് ആസൂത്രണ സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാ നോക്കാം. അതിൽ ഫസ്റ്റ് പറയുന്നത് അഫോർഡബിൾ പ്രൈസ് ടു ഗുഡ്സ് ആൻഡ് സർവീസ് ആണ്. ഒരു ആസൂത്രിത സമ്പദ് വ്യവസ്ഥയുടെ നേട്ടം മുഴുവൻ ജനങ്ങൾക്കും ചരക്കുകൾക്കും സേവനങ്ങൾക്കും താങ്ങാവുന്ന വില ഉറപ്പാക്കിക്കൊണ്ട് വിലകൾ നിയന്ത്രിക്കപ്പെടുന്നതാണിത്. ഈ നേട്ടം തുല്യമായ വിതരണത്തിന്റെയും സാമൂഹ്യ ക്ഷേമത്തിന്റെയും അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യാം. ഒരു ആസൂത്രിത സമ്പദ് വ്യവസ്ഥയിൽ അവശ്യ സാധനങ്ങളും സേവനങ്ങളും സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും താങ്ങാനാവുന്നതാണെന്ന് ഉറപ്പാക്കൽ സർക്കാരിന്റെ ബാധ്യതയാണ്. ഈ വില നിയന്ത്രണം വിലക്കയറ്റം തടയാൻ സഹായിക്കുന്നു. ഇത് സാമ്പത്തിക അസമത്വത്തിലേക്കുള്ള ചില സാമൂഹ്യ ഗ്രൂപ്പുകൾ ഒഴിവാക്കുന്നതിനും ഇത് കാരണമാകുന്നുണ്ട്. താങ്ങാവുന്ന വില നിലനിർത്തുന്നതിലൂടെ ആസൂത്രണ സമ്പദ് വ്യവസ്ഥ ലക്ഷ്യമിടുന്നത് ഭക്ഷണം, പാർപ്പിടം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ തുല്യമായ രീതിയിൽ എല്ലാവർക്കും നൽകുക എന്നതാണ്. ഇതിലൂടെ സാമൂഹ്യ ഐക്യം പടുത്തുയർത്താനും ഗവൺമെന്റ് ലക്ഷ്യമിടുന്നു.
അടുത്ത് ലെസ് ഇനീക്വാളിറ്റി ഓഫ് വെൽത്ത്. വിഭവവിഹിതത്തിലും സാമ്പത്തിന്റെ വിതരണത്തിലും ജനസംഖ്യയിലെ സമ്പത്തിന്റെ കൂടുതൽ തുല്യമായ വിതരണവും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. ഈ നേട്ടം ഉയർത്തിക്കാട്ടുന്ന രണ്ട് ഉദാഹരണങ്ങളും വസ്തുക്കളും ഇവിടെയുണ്ട്. സ്വീഡൻ, ഡെൻമാർക്ക് തുടങ്ങിയ നോർഡിക് രാജ്യങ്ങൾ സാമൂഹ്യക്ഷേമ നയങ്ങൾക്കൊപ്പം ആസൂത്രിത സമ്പദ് വ്യവസ്ഥയുടെ ഘടകങ്ങൾ സ്വീകരിച്ചു. ആഗോളതലത്തിൽ സമ്പത്തിന്റെ അസമത്വത്തിന്റെ കാര്യത്തിൽ ഈ രാജ്യങ്ങൾ സ്ഥിരമായ ഏറ്റവും താഴ്ന്ന സ്ഥാനത്താണ് നിലനിൽക്കുന്നത്. ഉദാഹരണത്തിന് വരുമാന അസമത്വത്തിന്റെ അളവുകോലായ ജിനി കോഫിമിഷൻ അനുസരിച്ച് സ്വീഡൻ ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ അസമത്വമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ്. പുരോഗമന നികുതി, സമഗ്ര സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങൾ, എല്ലാ പൗരന്മാർക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം എന്നിവയിലേക്കുള്ള പ്രവേശനം എന്നിങ്ങനെയുള്ള അവരുടെ ആസൂത്രിത സാമ്പത്തിക ചട്ടക്കൂടിനുള്ളിൽ നടപ്പിലാക്കിയ പുനർവിതരണ നയങ്ങളാണ് ഇതിന് കാരണമായത്. നോ ഡ്യൂപ്ലിക്കേഷൻ ആസ് ദ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. ആസൂത്രിത സമ്പദ് വ്യവസ്ഥയുടെ ഒരു നേട്ടം കേന്ദ്രീകൃത ആസൂത്രണം മൂലം ഡ്യൂപ്ലിക്കേഷൻ ഇല്ലാതാക്കുകയും വിഭവങ്ങളുടെ പയ വിതരണവുമാണ്. ഈ സമൂഹത്തിനുള്ളിൽ കാര്യക്ഷമതയുടെ റിസോഴ്സസ് ഒപ്റ്റിമൈസേഷൻസും ലെൻസസിന്റെയും ഈ നേട്ടങ്ങൾ മനസ്സിലാക്കാം. ഒരു ആസൂത്രിത സമ്പദ് വ്യവസ്ഥയിൽ മുഴുവൻ സമൂഹത്തിന്റെയും ആവശ്യങ്ങളും മുൻഗണനകളും കണക്കിലെടുത്ത് സമഗ്രമായ ഒരു പദ്ധതി അടിസ്ഥാനത്തിലാണ് സർക്കാർ വിഭവങ്ങളുടെ വിഹിതം ഏകോപിപ്പിക്കുന്നത്. ഈ കേന്ദ്രീകൃത ആസൂത്രണം വിഭവ അനിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയിൽ സംഭവിക്കാനിടയുള്ള ശ്രമങ്ങളുടെയും വിഭവങ്ങളുടെയും തനി പകർപ്പ് ഒഴിവാക്കാൻ സഹായിക്കുന്നു. അവിടെ ഒന്നിലധികം മത്സര സ്ഥാപനങ്ങൾ സമാന ചരക്കുകളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഒരു ആസൂത്രിത സമ്പദ് വ്യവസ്ഥയിൽ സാമൂഹ്യ വികസനത്തിന് നിർണായകമെന്ന് കരുതുന്ന മേഖലക്ക് തന്ത്രപരമായ വിഭവങ്ങൾ അനുഭവിക്കാനും കേന്ദ്രം അതോറിറ്റിക്ക് കഴിയും. വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ പോലുള്ള ആവശ്യ മേഖലയ്ക്ക് മതിയായ ശ്രദ്ധ ലഭിക്കുവാനും സാമൂഹിക പുരോഗതിയും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ ലക്ഷ്യത്തോടുള്ള വിഭവങ്ങളുടെ വിഹിതം ഉറപ്പാക്കുകയും ചെയ്യുന്നു. തനി പകർപ്പ് ഒഴിവാക്കുകയും ഒപ്റ്റിമൈസ് ചെയ്യുന്ന വിഭവ വിഹിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നതിലൂടെ ഒരു ആസൂത്രിത സമ്പത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും മാലിന്യങ്ങൾ കുറക്കാനും ഏറ്റവും ആവശ്യമുള്ളിടത്ത് വിഭവങ്ങൾ അനുവദിക്കാനും സാമൂഹിക വികസനത്തിൽ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനും കഴിയുന്നത്. ലോ ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെന്റ്. ഒരു ആസൂത്രിത സമ്പദ് വ്യവസ്ഥയിൽ സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും തൊഴിൽ അവസരങ്ങൾ ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. വിഭവങ്ങളുടെയും തൊഴിലാളികളുടെയും വിഹിതം സജീവമായി കൈകാര്യം ചെയ്യുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും തൊഴിൽ സംരംഭങ്ങൾ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന മേഖലയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. തൊഴിൽ ലഭ്യതയുടെ ഡിമാൻഡുമായി പൊരുത്തപ്പെടുന്നതിന് സർക്കാർ നയങ്ങളും പരിപാടികളും നടപ്പിലാക്കുന്നുണ്ട്. ഇത് വിപണി അടിസ്ഥാനമാക്കിയ സമ്പദ് വ്യവസ്ഥയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ താരതമ്യേന കുറഞ്ഞ നിരക്കിന് കാരണമാകുന്നു. മാത്രമല്ല, ദാരിദ്ര്യം, മാനസിക സംഘർഷം തുടങ്ങിയ തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ട നെഗറ്റീവ് സാമൂഹ്യ പ്രത്യാഘാതങ്ങളെ ലഘൂകരിക്കാൻ ആസൂത്രിത സമ്പദ് വ്യവസ്ഥയ്ക്ക് കഴിയും. കൂടാതെ അമിതമായി സർക്കാർ ഇടപെടലുകൾ നവീകരിക്കാനും സാമ്പത്തിക വൈകല്യത്തിന് തടസ്സമെന്ന് വാദിക്കാനും ഇത് ഉപയോഗിക്കുന്നു. തൊഴിൽ സുരക്ഷിതത്വം സാമ്പത്തിക ചെലവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ ആസൂത്രിത സമ്പദ് വ്യവസ്ഥയിൽ ഒരു നിർണായക വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത്. റെഡ്യൂസ് അക്യുമുലേഷൻ. സ്ഥാപനങ്ങൾ തമ്മിലുള്ള മത്സരത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന മാലിന്യ നിർമ്മാർജ്ജനം വിവിധ മാനങ്ങൾ ഉൾക്കൊള്ളുന്നതാണിത്. ഇത് വിഭവ വിനിമയത്തിനും കാര്യക്ഷമതത്തിനും കേന്ദ്ര ആസൂത്രണത്തിന് നല്ല സ്വാധീനവും എടുത്തു കാണിക്കുന്നതാണ്. മാത്രമല്ല, ആസൂത്രിത സമ്പദ് വ്യവസ്ഥയിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ ഫലപ്രാപ്തി തീരുമാനം എടുക്കാനും മാറുന്ന സാഹചര്യത്തിനനുസരിച്ച് പൊരുത്തപ്പെടാനും സർക്കാരിന്റെ കഴിവിനെയും ഇത് ആശ്രയിച്ചിരിക്കുന്നു. വിഭവ വിഹിതം സാമൂഹ്യ ആവശ്യങ്ങൾക്കും മുൻഗണനകൾക്കും അനുസൃതമാണെന്ന് ഉറപ്പാക്കുന്ന ഒരു സുതാര്യത, ഉത്തരവാദിത്വം, പങ്കാളികളുടെ സജീവ പങ്കാളിത്തം എന്നിവ ഇതിന് ആവശ്യമാണ്. ആസൂത്രിത സമ്പദ് വ്യവസ്ഥയിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ വിഭവശേഷി മെച്ചപ്പെടുത്തുക മാത്രമല്ല, പരിസ്ഥിതിയും സാമൂഹികമായ ദീർഘകാലവുമായ വികസന വെല്ലുവിളികളെ അഭിമുഖീകരിക്കാനും ഇതിലൂടെ സാധിക്കുന്നു. തന്ത്രപരമായ വിഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലൂടെ അനിയന്ത്രിതമായ മത്സരത്തിന്റെ കെണികൾ ഒഴിവാക്കുന്നതിലൂടെയും ഒരു ആസൂത്രിത സമ്പദ് വ്യവസ്ഥ സുസ്ഥിരത, സാമൂഹ്യ സമത്വം, സമഗ്രമായ വളർച്ച എന്നിവ കൈവരിക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് പറഞ്ഞ ലിമിറ്റഡ് കൺസ്യൂമർ ചോയ്സ് ആണ്. പരിമിതമായ ഉപഭോക്തൃ തിരഞ്ഞെടുപ്പും ലഭ്യമായ ചരക്കുകളുടെയും സേവനങ്ങളുടെയും വൈവിധ്യത്തിന്റെ അഭാവമാണ് ആസൂത്രിത സമ്പദ് വ്യവസ്ഥയുടെ പോരായ്മ.
ഉപഭോക്താക്കൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുകയില്ല, മറിച്ച് സർക്കാർ തീരുമാനിക്കുകയും ചരക്കുകളും സേവനങ്ങളും മാത്രമേ അവിടെ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ഒരു ആസൂത്രിത സമ്പദ് വ്യവസ്ഥയിൽ ഗവൺമെന്റ് ഉൽപാദന മുൻഗണന നിർണ്ണയിക്കുകയും ഏത് ചരക്കും സേവനം നിർമ്മിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും സാമൂഹിക ആവശ്യങ്ങൾ അല്ലെങ്കിൽ കേന്ദ്ര ആസൂത്രണ ലക്ഷ്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇതുണ്ടാകുന്നത്. തൽഫലമായി ഉപഭോക്തൃ മുൻഗണനകളും വൈവിധ്യ വിപണി ആവശ്യങ്ങളും വേണ്ടത്ര പരിഗണിക്കപ്പെടുന്നില്ല. ഇതോടെ വ്യക്തിത്വം പ്രകടിപ്പിക്കുന്നതിനും സ്വയംഭരണപരമായ തീരുമാനം എടുക്കുന്നതിനും കമ്പോളത്തെ പൂർണ്ണമായി ഇടപെടുന്നതിനും അവരുടെ കഴിവിനെ പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ലോസ് പ്രോഫിറ്റ് ഓറിയന്റഡ് വിപണിയിലെ ലാഭക്കുറവ് സ്ഥാപനങ്ങൾക്കുള്ളിലെ കാര്യക്ഷമതയില്ലായ്മയ്ക്ക് നയിക്കുന്നുണ്ട്. സാമ്പത്തിക പ്രോത്സാഹനങ്ങളുടെയും സംഘടനാ പ്രകടനത്തിലൂടെയും വീക്ഷണകോണിൽ നിന്നും ഈ പോരായ്മ മനസ്സിലാക്കാം. ഒരു ആസൂത്രണ സമ്പദ് വ്യവസ്ഥയിൽ ലാഭം ഉണ്ടാക്കുന്നതിനെ വിപണിയെ മത്സരിക്കുന്നതിനോ വേണ്ടി സ്ഥാപനങ്ങൾ നയിക്കപ്പെടുന്നില്ല. പകരം അവരുടെ ലക്ഷ്യങ്ങൾ ഗവൺമെന്റോ കേന്ദ്ര ആസൂത്രണ അതോറിറ്റിയോ നിശ്ചയിച്ചിട്ടുള്ള വിശാലമായ ലക്ഷ്യങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും പൊരുത്തപ്പെട്ടാണ് പോകുന്നത്. വിപണിയിലെ ലാഭക്കുറവ് പലപ്പോഴും വ്യക്തിഗത ഇടപെടലിനും മറ്റു നിരവധി പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതിനും കാരണമാകുന്നുണ്ട്. ദ കൺസ്യൂമർ ആൻഡ് കോസ്റ്റ്ലി പ്രോസസ്. സർക്കാരും സ്ഥാപനങ്ങളും തമ്മിൽ ആവശ്യം വിപുലമായ ആശയവിനിമയം കാരണം കാര്യക്ഷമത ഇല്ലായ്മയ്ക്ക് സാധ്യതയുണ്ട്. ഒരു ആസൂത്രണ സമ്പദ് വ്യവസ്ഥ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകുന്നതിന് സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. അത് സമയമെടുക്കുകയും ചെലവേറിയതുമായ ഒരു പ്രക്രിയയാണ്. സിസ്റ്റത്തിന്റെ ശ്രേണീപരമായ ഘടനകളും ബ്യൂറോക്രാറ്റിക് സ്വഭാവവും കാലതാമസവും തെറ്റായ വ്യാഖ്യാനങ്ങൾ ഏകോപന വെല്ലുവിളികൾ എന്നിവയ്ക്ക് ഇത് കാരണമാകുന്നു. ഈ ആശയവിനിമയ ബുദ്ധിമുട്ടുകൾ സമയവും വിഭവങ്ങളുടെ പഴക്കങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും കാര്യക്ഷമത തടസ്സപ്പെടുത്താനും ഇടയാക്കുന്നു. മാത്രമല്ല വിപുലമായ കമ്മ്യൂണിക്കേഷൻ ചാനലുകളും ആവശ്യകത ഭരണപരമായ ഭാരങ്ങൾ ചുമത്തുകയും വിപണിയിലെ മാറ്റങ്ങളിലെ വേഗതയിൽ പൊരുത്തപ്പെടാനുള്ള സ്ഥാപന കഴിവിനെ പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇനി ചാൻസ് ടു കറപ്ഷൻസ്. കേന്ദ്രീകൃതമായി ആസൂത്രണം ചെയ്യുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയിൽ വിഭവ വിനിയോഗത്തിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഗവൺമെന്റ് കാര്യമായ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. അഴിമതിയുടെയും അധികാര ദുർവിനിയോഗത്തിന്റെയും അപകട സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അധികാര കേന്ദ്രവും പരിമിതമായ സുതാര്യതയും കൈക്കൂലിക്ക് അവസരമൊരുക്കുന്നു. പക്ഷപാതം, ധൂർത്ത്, അഴിമതി, സ്ഥാപനങ്ങളെ വിശ്വാസ്യത ദുർബലപ്പെടുത്തൽ, കമ്പോള സംവിധാനങ്ങളെ വളച്ചൊടിക്കൽ, ഉൽപാദന പ്രവർത്തനത്തിൽ നിന്ന് വിഭവങ്ങൾ തിരിച്ചുവിടുന്ന അഴിമതി ചെറുക്കാനും ശ്രമങ്ങൾ, ശക്തമായ ഭരണഘടനകളും കാര്യക്ഷമമായ നിയന്ത്രണവും ചട്ടക്കൂടുകളും ഉദ്യോഗസ്ഥന്മാരെ ഉത്തരവാദിത്തമുള്ളവരാക്കുകയും സംവിധാനം ആവശ്യമാണ്. ഇത് മറ്റൊരു പോരായ്മയായിട്ടാണ് കാണുന്നത്. അഴിമതി അഭിസംബോധന ചെയ്യുന്നതിലൂടെ ഒരു ആസൂത്രിത സമ്പദ് വ്യവസ്ഥ ന്യായമായ വിശ്വാസവും തുല്യ അവസരമുള്ള ഒരു അന്തരീക്ഷം വളർത്തിയെടുക്കാനും കഴിയുന്നു. ഇനേബിൾ ടു ഫോർകാസ്റ്റിംഗ് ഫ്യൂച്ചർ ട്രെൻഡ്സ്. ആസൂത്രിത സമ്പദ് വ്യവസ്ഥയുടെ കീഴിൽ ഭാവിയിലെ കാര്യങ്ങൾ കൃത്യമായി പ്രവചിക്കാനും ഫലപ്രദമായ രീതിയിൽ പദ്ധതികൾ തയ്യാറാക്കാനും ഗവൺമെന്റ് ശ്രമിക്കുന്നു. സാമ്പത്തികവും സാമൂഹികവും സാങ്കേതികവുമായ സംഭവ വികാസങ്ങളുടെ സങ്കീർണവും അനിശ്ചിതവുമായ ഭാവിയെ കൃത്യമായി മുൻകൂട്ടി കാണാനും ആസൂത്രണം ചെയ്യാനുമുള്ളത് ഒരു വെല്ലുവിളിയാണ്. ചലനാത്മക അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നതുമായ ലോകത്തെ മുൻകൂട്ടി കാണാൻ കഴിയാത്ത സംഭവങ്ങളും ഉപഭോഗം മുൻഗണനയിലേക്ക് മാറ്റങ്ങൾ സർക്കാർ പദ്ധതികൾ കാലഹരണപ്പെട്ടതോ ഫലപ്രദമല്ലാത്തതോ ആയി തീരുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ചില ആസൂത്രണ സമ്പദ് വ്യവസ്ഥയിൽ സാങ്കേതിക മുന്നേറ്റങ്ങൾ മുൻകൂട്ടി കാണുന്നതിനും അതിനോട് പൊരുത്തപ്പെടുന്നതിനോ പരാജയപ്പെട്ട് നവീകരിക്കുന്നതിനും സാമ്പത്തിക വളർച്ചയ്ക്കുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. ഇനി പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്. ആസിയ സമ്പദ് വ്യവസ്ഥ പലപ്പോഴും വലിയ രാഷ്ട്രീയ അടിച്ചമർത്തലിന്റെ ഒരു പോരായ്മയായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതിവിശാലമായ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. സാമ്പത്തിക അസത് വിഭവ വിനിയോഗത്തിന്റെയും ഗവൺമെന്റ് കാര്യമായ നിയന്ത്രണം ചെലുത്തുന്നു. അത്തരം സംവിധാനങ്ങളിൽ കേന്ദ്രീകൃത രാഷ്ട്രീയ അധികാരത്തിനും പരിമിതമായ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഉള്ള ഒരു പ്രവണതയുണ്ട്. പല അനുഭവങ്ങളും ആസൂത്രിത സമ്പദ് വ്യവസ്ഥയുടെ പൗരസ്വാതന്ത്ര്യത്തിനുമുള്ള നിയന്ത്രണങ്ങളും അഭിപ്രായ സ്വാതന്ത്ര്യവും രാഷ്ട്രീയ വിയോജിപ്പും തമ്മിലുള്ള ബന്ധത്തെ എടുത്തു കാണിക്കുന്നതാണ്. ശക്തമായ പരിശോധനകളുടെയും സന്തുലിതാവസ്ഥയുടെ അഭാവം, അധികാരം ചുരുക്കം ചിലരുടെ കൈകളിൽ കേന്ദ്രീകരിക്കപ്പെടുന്നത്, ജനാധിപത്യ സ്ഥാപനങ്ങളുടെ സ്തംഭനാവസ്ഥ, നാഗരിക ഇടപെടലുകൾ, കയറുകയറ്റം എന്നിവ ഇതിലേക്ക് നയിക്കുന്നു. ഇനി നമുക്ക് എക്കണോമിയും ഫ്രീ മാർക്കറ്റും തമ്മിലുള്ള കമ്പാരിസൺ എന്താ നോക്കാം. റിസോഴ്സസ് അലോക്കേഷൻ ആൻഡ് എഫിഷ്യൻസി ആണ് ഇതിൽ ഫസ്റ്റ് പറയുന്നത്. ഒരു ആസൂത്രിത സമ്പദ് വ്യവസ്ഥയിൽ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മുൻഗണനകളെയും ലക്ഷ്യങ്ങളുടെയും അടിസ്ഥാനമാക്കി സർക്കാർ വിഭവവിഹിതം നിർണ്ണയിക്കുന്നത്.
തുല്യമായ വിതരണം, സാമ്പത്തിക സ്ഥിരത, വ്യവസായിക വികസനം തുടങ്ങിയ സാമൂഹ്യ ലക്ഷ്യങ്ങൾ കൈവരിക്കാനാണ് കേന്ദ്ര ആസൂത്രണം ലക്ഷ്യമിടുന്നത്. എന്നിരുന്നാലും ഒരു ആസൂത്രിത സമ്പദ് വ്യവസ്ഥ വിഭവത്തിന്റെ വിഹിതത്തിന് ഫലപ്രാപ്തി, കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നതും അറിവുകളും തീരുമാനങ്ങൾ എടുക്കുന്നതിനും മാറുന്ന സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനും സർക്കാരിന് വ്യക്തമായൊരു കഴിവുണ്ട്. ഇനി അടുത്ത് പറഞ്ഞ റോൾ ഓഫ് ഗവൺമെന്റ് ആണ്. ആസൂത്രണ സമ്പദ് വ്യവസ്ഥയിൽ കീഴിൽ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിന് സർക്കാരിന് ഒരു പ്രധാന പങ്കുണ്ട്. ഇത് ഉൽപാദനങ്ങൾ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുന്നു, നിക്ഷേപ മുൻഗണനകൾ നിർണ്ണയിക്കുന്നു, വിഭവങ്ങളുടെ വിഹിതം നിയന്ത്രിക്കുന്നു, സാമൂഹ്യക്ഷേമം ഉറപ്പാക്കുകയും വരുമാന അസമത്വങ്ങൾ പരിഹരിക്കപ്പെടുകയും കൂട്ടായ ലക്ഷ്യങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. എന്നിരുന്നാലും ഗവൺമെന്റിന്റെ അമിതമായ ഇടപെടലുകൾ, ബ്യൂറോക്രാറ്റിക് കാര്യക്ഷമ ഇല്ലായ്മയ്ക്കും നവീകരണത്തിന്റെ അഭാവം, പരിമിതമായ വ്യക്തി സ്വാതന്ത്ര്യം എന്നിവയിലേക്ക് നയിക്കുന്നു. ഒരു സ്വതന്ത്ര കമ്പോള വ്യവസ്ഥയിൽ നിയമവാഴ്ച സ്ഥാപിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും സ്വത്തവകാശം സംരക്ഷിക്കുന്നതിനും ദുരുപയോഗം തടയുന്നതിനും ന്യായമായ മത്സരം ഉറപ്പാക്കുന്നതിനും വിപണിയിൽ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും സർക്കാരിനുള്ള പങ്ക് പൊതുവെ പരിമിതമാണ്. വ്യക്തി സ്വാതന്ത്ര്യം, സംരംഭം, സ്വമേധയുള്ള കൈമാറ്റം എന്നിവയ്ക്കാണ് ഇത് കൂടുതൽ ഊന്നൽ നൽകുന്നത്. ഇനി അടുത്ത് അഡാപ്റ്റബിലിറ്റി. ഒരു സ്വതന്ത്ര കമ്പോള വ്യവസ്ഥയിൽ മത്സരവും ലാഭം തേടലും നവീകരണത്തെ പൊരുത്തപ്പെടലിലേക്ക് നയിക്കുന്നതും ഗവേഷണത്തിന് വികസനം നിക്ഷേപം നടത്താനും പുതിയ ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കാനും നിലവിലുള്ളത് മെച്ചപ്പെടുത്താനും മത്സരനിഷ്ഠ നേട്ടങ്ങൾ കൈവരിക്കാനും കമ്പോളങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഉപഭോഗ ആവശ്യങ്ങളുടെ വിപണി, സിഗ്നലുകളുടെ പ്രതികരിക്കൽ, ബിസിനസ്സുകളുടെ മാർക്കറ്റ് സംവിധാനം അനുവദിക്കുക, ഈ ചലനാത്മക അന്തരീക്ഷ നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുകയും സമ്പർക്കത്തെ പ്രോത്സാഹിപ്പിക്കുകയും സാമ്പത്തിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നിരുന്നാലും വിപണിയിലെ പരാജയങ്ങൾ പരിഹരിക്കുന്നതിനും സാമൂഹ്യ ക്ഷേമം ഉറപ്പാക്കുന്നതിനും സർക്കാർ നിയന്ത്രണങ്ങളും ഇടപെടലുകളും ആവശ്യമാണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആൻഡ് സോഷ്യൽ ഇംപ്ലിമെന്റേഷൻ. സമ്പത്തിന്റെയും വിഭവങ്ങളുടെയും കൂടുതൽ തുല്യമായ വിതരണം കൈവരിക്കുക എന്നതാണ് സാമൂഹ്യ സമ്പദ് വ്യവസ്ഥയുടെ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. സാമൂഹ്യ ലക്ഷ്യങ്ങൾ മുൻഗണന നൽകുകയും തീരുമാനമെടുക്കൽ കേന്ദ്രീകൃതമാക്കുകയും ചെയ്യുന്നു. ആസൂത്രിത സമ്പദ് വ്യവസ്ഥ വരുമാനം അസമത്വം കുറയ്ക്കുന്ന സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും ആവശ്യമായ ചരക്കുകളും സേവനങ്ങളും നൽകാനും ശ്രമിക്കുന്നു. എന്നിരുന്നാലും തുല്യമായ വിതരണം നടപ്പിലാക്കുന്നത് വെല്ലുവിളി നിറഞ്ഞതാണ്. കൂടാതെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ സമത്വങ്ങളെ കുറിച്ചുള്ള അവരുടെ വാഗ്ദാനം നിറവേറ്റുന്നത് പരാജയപ്പെട്ട സന്ദർഭങ്ങളും ഒരുപാടുണ്ട്. ഇനി ട്രാൻസിഷൻ ഫോർ പ്ലാൻഡ് എക്കണോമി ടു മിക്സ്ഡ് എക്കണോമി. ഒരു സ്വതന്ത്ര കമ്പോള വ്യവസ്ഥയിൽ സമ്പത്തിന്റെയും വരുമാനത്തിന്റെയും വിതരണം പ്രാഥമികമായി നിർണ്ണയിക്കുന്ന ഒരു കമ്പോള ശക്തിയാണുള്ളത്. വ്യക്തികൾക്കും ബിസിനസ്സുകൾക്കും സ്വന്തം പ്രയത്നത്തിലൂടെ വിജയത്തിലൂടെയും സമ്പത്ത് ശേഖരിക്കാനുള്ള അവസരമുണ്ട്. ഇത് വരുമാന അസമത്വത്തിന് കാരണമാണെങ്കിലും സ്വതന്ത്ര മാർക്കറ്റ് സംവിധാനം വ്യക്തികൾക്ക് അവരുടെ സ്വന്തം സാമ്പത്തിക ലക്ഷ്യം പിന്തുടരുന്നതും സ്വാതന്ത്ര്യം നൽകുകയും സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്ന പ്രതിഫലം നൽകുന്നതുമായ സ്വതന്ത്ര കമ്പോള വ്യവസ്ഥയ്ക്ക് രൂപം നൽകാനും സാധിച്ചു. സ്വകാര്യവൽക്കരണം, വില നിയന്ത്രണം തുടങ്ങിയ പരിഷ്കാരം നടപ്പിലാക്കുകയും വിപണി മത്സരം, കാര്യക്ഷമത സാധ്യമാക്കുന്നതിനും പൊതു ഉടമസ്ഥയിലുള്ള സംരംഭങ്ങൾ സ്വകാര്യ ഉടമസ്ഥയിലേക്ക് മാറ്റുന്നതിനും സ്വകാര്യവൽക്കരണം അനുവദിക്കുന്നതിനും ചരക്കുകളും സേവനങ്ങളും വില നിശ്ചയിക്കൽ, കമ്പോള ശക്തികളെ അനുവദിക്കുക, വിലയെ സർക്കാർ നിയന്ത്രിക്കുക, നീക്കം ചെയ്യുക എന്നിവയെല്ലാം ഇതിലൂടെ സാധ്യമാകുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പ്ലാൻഡ് എക്കണോമി എങ്ങനെയാണ് വിവിധ രാജ്യങ്ങളിൽ നടപ്പിലാക്കിയത്, അവിടെ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്. ഫസ്റ്റ് നമ്മൾ മ്യാൻമറിലേക്കാണ് നോക്കുന്നത്. സമീപ വർഷങ്ങളായി കാര്യമായ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് വിധേയമായെങ്കിലും ഒരു കേന്ദ്രീയ ആസൂത്രിത സമ്പദ് വ്യവസ്ഥയ്ക്ക് കീഴിലാണ് മ്യാൻമർ പ്രവർത്തിച്ചിട്ടുള്ളത്. മുമ്പ് സർക്കാർ പ്രധാന വ്യവസായങ്ങൾ നിയന്ത്രിക്കുകയും വിദേശ വ്യാപാരം, നിക്ഷേപം നിയന്ത്രിക്കുകയും ചെയ്തിരുന്നു. ഉദാഹരണത്തിന് കൃഷി, ഉൽപാദനം, പ്രകൃതി മേഖല എന്നീ ഉൽപാദനങ്ങൾ സർക്കാരാണ് നിയന്ത്രിച്ചിരുന്നത്. എന്നിരുന്നാലും മ്യാൻമറിലെ വിപണിയെ അടിസ്ഥാനമാക്കിയുള്ള പരിഷ്കാരങ്ങളിലേക്ക് മാറുകയും സാമ്പത്തിക വ്യവസ്ഥയെ വിദേശ നിക്ഷേപത്തിന് തുറന്നു കൊടുക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ അതിൽ ആസൂത്രണ സമ്പദ് വ്യവസ്ഥയിൽ കാര്യമായ മാറ്റം മ്യാൻമറിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ബെലാറസിലാണ്. സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നത് ശക്തമായൊരു സംസ്ഥാന സാന്നിധ്യമാണ് ഇവിടെയുള്ളത്. നിർമ്മാണവും കൃഷിയും ഉൾപ്പെടെയുള്ള പ്രധാന വ്യവസായങ്ങൾ ഉടമസ്ഥതയും നിയന്ത്രിക്കുന്നതും സർക്കാരാണ്. ഇത് ഉൽപാദന ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുകയും വില നിശ്ചയിക്കുകയും പ്രധാന മേഖലയെ പിന്തുണയ്ക്കുകയും സബ്സിഡി നൽകുകയും ചെയ്തിരുന്നു. സ്വകാര്യ മേഖലയിൽ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതായി സമീപ വർഷങ്ങളിൽ പരിമിത വിപണി അനിഷ്ഠിതമായി പരിഷ്കാരങ്ങൾ ഉണ്ടാക്കുകയും ഇവിടെ ചെയ്തിരുന്നു.
നമ്മൾ അടുത്ത നോക്കുന്നത് ക്യൂബയിലെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥയെ കുറിച്ചാണ്. ക്യൂബ ഒരു സോഷ്യലിസ്റ്റ് ആസൂത്രിത സമ്പദ് വ്യവസ്ഥയാണ് പിന്തുടരുന്നത്. അവിടെ സാമ്പത്തിക ആസൂത്രണത്തിനും ഉൽപാദന ഉപാധികളുടെ ഉടമസ്ഥതയിലും ഗവൺമെന്റ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഉദാഹരണത്തിന് ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, കൃഷി തുടങ്ങിയ പ്രധാന വ്യവസായങ്ങൾ ഉടമസ്ഥതയിലൂടെ നിയന്ത്രിക്കുന്നത് സർക്കാരാണ്. എല്ലാ പൗരന്മാർക്കും സാർവത്രിക പ്രവേശനം ഉറപ്പാക്കുന്നതിനും അത് ഉൽപാദന ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുകയും വേതനം നിശ്ചയിക്കുകയും ആവശ്യമായ സാധനങ്ങൾക്ക് സേവനങ്ങളും സബ്സിഡി നൽകുകയും ചെയ്തിട്ടുണ്ട്. സമീപ വർഷങ്ങളിൽ ചൈനയും റഷ്യയും പോലുള്ള ചില കേന്ദ്രീകൃത സമ്പദ് വ്യവസ്ഥയുടെ ഘടകങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. 1970കളുടെ അവസാനത്തിൽ ഡെങ് സിയാവോങ്സിന്റെ കീഴിൽ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിലൂടെയാണ് ചൈനയുടെ കേന്ദ്രീകൃത ആസൂത്രിത സമ്പദ് വ്യവസ്ഥയിൽ നിന്നും സമ്മിശ്ര സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള മാറ്റം ആരംഭിച്ചത്. കൃഷിയിൽ ഗാർഹിക ഉത്തരവാദിത്തം സമ്പ്രദായം കൊണ്ടുവന്നതാണ് പ്രധാന പരിഷ്കാരങ്ങളിൽ ഒന്ന്. ഇത് കർഷകർക്ക് അവരുടെ ഭൂമിയിൽ കൂടുതൽ നിയന്ത്രണം ഉണ്ടാക്കാനും മിച്ച വിളകൾ വിപണിയിൽ വിൽക്കാനും അനുവദിച്ചു. ഈ നീക്കം കാർഷിക ഉൽപാദനത്തിൽ വർധനവുണ്ടാക്കുകയും ചൈനയിൽ കമ്പോള അധിഷ്ഠിത പരിഷ്കാരങ്ങൾ തുടക്കം കുറിക്കുകയും ചെയ്തു. അപ്പൊ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ഈ യൂണിറ്റ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പ്ലാനഡ് എക്കണോമി, അതിന്റെ ഫ്യൂച്ചേഴ്സും അതിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും പിന്നെ അതെങ്ങനെയാണ് ഡിഫറെന്റ് കൺട്രീസിൽ നടപ്പിലാക്കിയതിനെ കുറിച്ചാണ്. പിന്നെ എക്കണോമിയും ഫ്രീ മാർക്കറ്റും തമ്മിലുള്ള കമ്പാരിസൺ നോക്കി. പിന്നെ പ്ലാനഡ് എക്കണോമിയിൽ നിന്ന് മിക്സഡ് എക്കണോമിയിലേക്ക് വന്ന മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ട് ഈ യൂണിറ്റിൽ നോക്കിയിട്ടുള്ളത്. നമുക്ക് അടുത്ത യൂണിറ്റിൽ കാണാം. താങ്ക് യു.